അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പാസ്റ്റേയും എല്ലാ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. സോളമൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. there is a time for everything. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം തക്ക വിധത്തിൽ ഉപയോഗിക്കണം. അതാണ് വിവേകം എന്ന് പറയും. അറിവല്ല, ബുദ്ധിയല്ല, വിവേകം. കിട്ടുന്ന സമയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒരു സെക്കൻഡ് കിട്ടിയാൽ അതിനനേകം അവസരങ്ങളാക്കി മാറ്റണം. ഓപ്പർച്യൂണിറ്റീസ്, അവസരമല്ല, ഓപ്പർച്യൂണിറ്റി അല്ല, പ്ലൂരൽ, അവസരങ്ങൾ. നമുക്കനേകം അവസരങ്ങൾ തമ്പുരാൻ തരുന്നുണ്ട്, ഇല്ലേ? നന്നാകാനായിട്ട് അവസരം തരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ. ഇവിടെ ഇന്ന് കൂടുതലും മനസ്സാന്തരത്തിൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അന്ന് കേട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, പലപ്പോഴും യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വിഷയം തന്നെയാണ് മനസ്സാന്തരം. അതൊരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ കൂടി, പോൾ മുത്തേടൻ സാറിൽ കൂടി, നേരത്തെ പറഞ്ഞ തോമസ് ബ്രദറിൽ കൂടിയൊക്കെ അത് എന്നെ കൊണ്ടും പറയിപ്പിക്കുകയാണ്. മനസ്സാന്തരം, അത് പാസ്റ്റർ പറഞ്ഞ പോലെ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ അവസാനത്തോളം പിടിച്ചു നിൽക്കാനാണ് ബുദ്ധിമുട്ട്. ഷിപ്പ്യാർഡില്, കൊച്ചിൻ ഷിപ്പ്യാർഡില് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാരത്തോൺ നടത്തി. ഇപ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു പയ്യൻ, അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട്, കമ്പനിക്കും ഉണ്ട്, ചാനലുകാർക്കെല്ലാം ഉണ്ട്. പക്ഷേ നന്നായിട്ട് അവൻ ഫൈറ്റ് ചെയ്തു. ആ ലാസ്റ്റ് മൊമെന്റിൽ പോയി. വലിയൊരു ട്രാജഡി ആയിപ്പോയി അവനെ സംബന്ധിച്ചു. ചാനലുകാരൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവസാനത്തോളം ഞാൻ ഓടി, ബട്ട് ഐ കുഡിന്റ്. എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ നന്ന പ്രിപ്പറേഷൻ എടുത്തിരുന്നു, പ്രാക്ടീസ് ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഇത് തന്നെയാണ് ആത്മീയ കോളത്തിൽ വരുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ആ പയ്യൻ പരിശ്രമിക്കുന്ന പോലെയൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഇല്ല, കാണാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ നല്ലത് കേട്ടോ, സൂക്ഷിക്കുക. നല്ലൊരു പോരാട്ടം, നന്നായിട്ട് ഓടണം. പൗലോസ് പറയുന്ന പോലെ ഞാൻ ഓട്ടം പൂർത്തിയാക്കി. നല്ല ഓട്ടം. അതിനകത്ത് ആ നല്ല ഓട്ടം, ആ ഗുഡ് എന്നുള്ളതിനകത്ത് വളരെ പ്രത്യേകത. നല്ല ഓട്ടം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അംബീഷനോ, എന്താ അതിൻ്റെ വേർഡ്, അടങ്ങാത്തൊരു ദാഹം, ഒരു പാഷൻ ഇല്ല. അംബീഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് വേണം. ചന്ദ്രനിൽ പോകണം എന്നൊക്കെ ചിലർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് ആഗ്രഹമുണ്ട്. അതൊരു അംബീഷനാണ്. പടങ്ങാത്ത ഈ സൂത്രപണി കൊണ്ടൊന്നും കാര്യം നടക്കില്ല. കത്തോലിക്ക സഭയിൽ നിന്നോ ഓർത്തഡോക്സിൽ നിന്നോ മാർത്തോമയെന്നൊക്കെ വന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തൊരു അനവെള്ളം തളിക്കൽ പോലെ ഒരു ചടങ്ങായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ ചത്ത മീനാകരുത്. ചത്ത മീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം പോകുന്നതിൽ പോലെ അത് പോയി കടലിൽ പോകും. അതിനൊന്നും ചെയ്യാനില്ല. ജീവനുള്ള മീൻ അതിരപ്പള്ളി കൊണ്ടുപോയിട്ട് പോയി ആ ഫോഴ്സ് ഇങ്ങനെ പോകുന്ന, അല്ലാണ്ട് മീൻ പോകില്ല. മീൻ അവിടെ തന്നെ നിൽക്കും, പിടച്ച് നിൽക്കും. ആത്മീയ മക്കൾ ജീവനുള്ള മീനായിരിക്കണം. ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് സാത്താൻ വന്നാലും, ഏത് ടെംപ്റ്റേഷൻ വന്നാലും
കണ്ണിൽ കൂടിയും ചെവിയിൽ കൂടിയൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് സാത്താൻ ഇങ്ങനെ അലറുന്ന സിംഹം പോലെ പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന ക്ലൈമറ്റ്, ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന മീഡിയാസ്, ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഫുഡ്, ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഡ്രസ് കോഡ്. അപ്പം അവന് ചെയ്യാവുന്ന മാക്സിമം അവൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചത്ത മീനാകാതെ ജീവനുള്ള മീനായിട്ട് നിൽക്കുന്നു. മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങളുണ്ടാകും. എല്ലാ ദിവസവും മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഇനിയും എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് എൻ്റെ വിശുദ്ധി പോരാ, എൻ്റെ ഭംഗി പോരാന്നല്ല, എൻ്റെ ഹെയർ സ്റ്റൈൽ പോരാന്നല്ല, എനിക്ക് വണ്ണം പോരാന്നല്ല, എൻ്റെ മക്കള് ഇത്രയും ക്വാളിറ്റി പോരാ എന്നുള്ളതല്ല, എനിക്കൊന്ന് വിശുദ്ധീകരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കും. അതായിരിക്കണം നമ്മുടെ ഒരു വലിയ ലക്ഷ്യം. എനിക്ക് വിശുദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ ഒക്കെ ആയി. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ സാധിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സാന്തരത്തിന്റെ ഫലത്തിന് വേണ്ടി എല്ലാവരും അതിൽ നിന്ന് ഫലം പുറപ്പെടണം. ആ ഫ്രൂട്ട്സ് നമ്മൾ കാണണം. അത് മറ്റുള്ളവരെ അനുഭവിക്കാൻ തക്ക വിധത്തിൽ നമുക്ക് ആയിത്തീരാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ച വിഷയത്തിൻ്റെ കണ്ടിന്യൂഷൻ പറ്റുമെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചത് വ്യക്തി, കുടുംബം, സഭ, ഇൻഡിവിജ്വൽ, ഫാമിലി ആൻഡ് ചർച്ച്. അതിൽ വ്യക്തിയും കുടുംബവും നമ്മൾ തീർത്ത് പിന്നെ സഭയിലേക്കാണ്. എന്താണ് സഭ അല്ലെങ്കിൽ ചർച്ച്? വാട്ട് ഈസ്? ഗ്രീക്ക് വെർഷനിൽ അതിന് എക്ലേഷ്യ എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്നൊരു വേർഡാണത്, എക്ലേഷ്യ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ, ലോകത്തിൽ നിന്ന് വിളിച്ചവരാണ്. ദൈവം വിളിച്ച് ദൈവം കൂട്ടിച്ചേർത്തവരുടെ കൂട്ടം. അതിന് പല ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. ഗ്യാതറിംഗ് എന്ന് പറയാം, അസംബ്ലി എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ അസംബ്ലീസ് ഓഫ് ഗോഡൊക്കെ ഉണ്ടായത്. ഫെലോഷിപ്പ്, ന്യൂ ലൈഫ്, പല ഇതും പറയാം. ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഫെലോഷിപ്പ്. ഐ കൺഗ്രാജുലേറ്റ് യു. ബട്ട് ഹൗ ക്യാൻ യു ബിക്കം ബെറ്റർ ഫെലോഷിപ്പ്? അത് ചിന്തിക്കണം. നല്ലൊരു ഫെലോഷിപ്പാണ്. ഞാൻ കുറേ നാളായാലും വരുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇതിനെ ഏറ്റവും മികവുറ്റ കൂട്ടായ്മയാക്കി മാറ്റുക? വീഡിയോയിൽ വരാൻ വേണ്ടിയല്ല, പരസ്യത്തിലല്ല. ദൈവം പറയണം അനുഗ്രഹ ചർച്ച് ഈസ് ദ ബെസ്റ്റ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെലോഷിപ്പ്. ആദ്യത്തെ ലെറ്റർ എന്താണ്? എഫ്. 3 F പുറകെ ചേർത്താൽ മതി. ദ ഫസ്റ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദമായിരിക്കണം കൂട്ടായ്മയുടെ ആരം. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, മറ്റുള്ളവരുമായിട്ടൊരു സമ്പർക്കം, ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കും. ആരോടും നാം ഒരു നീരസമുണ്ടാക്കരുത്. നമ്മെ വെറുക്കുന്നവരെയും നമ്മെ വേദനിപ്പിക്കുന്നവരെയും എല്ലാം സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ഒന്ന് പുഞ്ചിരിക്കാതെ നമ്മൾ നടക്കരുത്. നമ്മളിങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നടക്കണം. നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും ഒന്ന് സ്മൈൽ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും? പുഞ്ചിരിക്കും. അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി വരുന്നതായിരിക്കും. കുടുംബ പ്രശ്നങ്ങളോ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കീറാമട്ടി പ്രശ്നങ്ങളോ ലോണോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നടന്ന് വിഷാദനായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ അവൻ്റെ മുമ്പിൽ വരുന്നു, നാം ഒന്ന് പുഞ്ചിരിക്കുന്നു, അവനൊന്ന് പുഞ്ചിരിക്കും. നമ്മൾ കടന്നു പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവും. ആ പുഞ്ചിരി ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് കൈയാണിക്കാം. നിന്നു, ബ്രദറെ എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് സ്ട്രെസ്, ഫിയർ. നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാം. ആ സംസാരത്തിൽ കൂടി ചിലപ്പോൾ
അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കിട്ടും. വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇനി കാണാം. തൽക്കാലം ഇതൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിക്കുക. കടുകയും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതൊരു തുടർച്ചയായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ കൂട്ടായി. യേശു ആഗ്രഹിക്കുന്നത് തന്നെയാണ് സുഹൃത്തുക്കളെ, നല്ല സുഹൃത്തുക്കളെ നേടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്മൈൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞോന്നറിയില്ല, കേട്ടിട്ടില്ലാത്തവർക്ക് ഒന്നും കൂടി സ്മൈലിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. SMILE, സ്മൈൽ, എ സ്വീറ്റ് മെസ്സേജ് ഓഫ് ഇൻറ്റിമസി, ലവ് ആൻഡ് എൻജോയ്മെൻറ്റ്. സ്വീറ്റ് മെസ്സേജ്, മധുരമുള്ള ഒരു സന്ദേശമാണ്. സ്വീറ്റ് മെസ്സേജ് ഓഫ് ഇൻറ്റിമസി, ആ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൻ്റെ ആ ശക്തി. ലവ് ആൻഡ് എൻജോയ്മെൻറ്റ്. ഒന്ന് ചിരിച്ചാൽ, പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ. സമാധാനം ആരംഭിക്കുന്നത് പുഞ്ചിരിയിൽ നിന്നാണ്. കുടുംബത്തിൽ നിങ്ങൾ ചിരിക്കണം, സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കണം, ദുഃഖിക്കുന്നവരോടുകൂടി ദുഃഖിക്കണം, കരയുന്നവരോടുകൂടി കരയാൻ എളുപ്പമാണ്. വയനാട്ടിന് വേണ്ടിയൊക്കെ നമ്മൾ കരഞ്ഞു, മരണ വീട്ടിൽ കരയും, മറ്റുള്ളവരുടെ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കുചേരും. ഈ സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അടുത്ത വീട്ടിൽ റാങ്ക് കിട്ടി, ലഡുവൊക്കെ വിതരണം ചെയ്ത് പായസം ഉണ്ടാക്കി വെച്ചേക്കണ്. എൻ്റെ മോളും അവളുടെ മോളും ഒന്നിച്ചെഴുതിയാണ്, അവൾക്ക് റാങ്ക് കിട്ടിയേക്കണം. ഇവിടെ 70% ഉള്ളൂ. അപ്പോൾ ഒന്ന് സന്തോഷിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവൻ 4 നില പണിതേക്കണം, നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, ഹൗസ് സ്വാമിനെ വിളിച്ചേക്കണം. എല്ലാവരും പെട്ടെന്ന് വേണ്ട വൈഫോ എന്ന് പറയുമ്പോൾ നമ്മളും ഓക്കെ സന്തോഷിക്കണം. ദൈവം കൊടുത്തു, സന്തോഷിക്കുന്നു, എനിക്കും തരും, എനിക്ക് തന്നില്ലെങ്കിലും നിനക്ക് തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സന്തോഷം അനുഭവിക്കാൻ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനുള്ളൊരു മാർഗമാണ്. അപ്പോൾ സന്തോഷിക്കണം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങണം. ഫ്രണ്ടിൻ്റെ ഡെഫിനിഷൻ അറിയാം. ഫ്രണ്ട്, FRIEND, ഫ്രണ്ട്, ഫസ്റ്റ് റിലേറ്റീവ് ഇൻ എവരി നീഡ്സ് ആൻഡ് ഡിഫിക്കൽറ്റീസ്. അവിടെയും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് റിലേറ്റീവ്, ആദ്യത്തെ ബന്ധു, ഇൻ എവരി നീഡ്സ് ആൻഡ് ഡിഫിക്കൽറ്റീസ്. കല്യാണം വിളിക്കുമ്പോൾ പോകാൻ എളുപ്പമാണ്, മരണം വരുമ്പോഴും കോവിഡ് വരുമ്പോഴും പോകാൻ ബുദ്ധിമുട്ട്. എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ ആവശ്യങ്ങളിലുമുള്ള ആദ്യത്തെ ബന്ധു. സൗഹൃദത്തിൽ ഇന്ന് തുടങ്ങട്ടെ, സൗഹൃദത്തിൽ തുടങ്ങുക. സെക്കൻഡ്, ഫോർഗീവ്നെസ്. ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പ്, രണ്ടാമത്തത് ഫോർഗീവ്നെസ്. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയണം, മറക്കാനും കഴിയണം. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയണം. ക്ഷമിക്കുന്നുണ്ട് പക്ഷെ മറക്കുന്നില്ല. ക്ഷമിച്ചു പക്ഷെ മറക്കണം. എന്നെ വേദനിപ്പിച്ചു, എന്നെ പറ്റിച്ചു. കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ക്ഷമിച്ചു കാണും, ഇല്ലേ? എന്നോട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്, അല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് നാളെ കാണുമ്പോൾ, ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോൾ ഒരു പകയും വിദ്വേഷവും തോന്നരുത്, മറന്നു കളയണം. ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ആഴക്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചില്ലേ? അതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം, മറക്കുകയും ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ്, ഫോർഗീവ്നെസ്. അടുത്തത് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തരായിരിക്കണം. A to Z, എല്ലാ കാര്യത്തിലും, ആത്മീയമായ കാര്യത്തിലും ലൗകികമായ കാര്യത്തിലും പേഴ്സണലായ കാര്യത്തിലും കുടുംബകാര്യത്തിലും സഭയുടെ കാര്യത്തിലെല്ലാം എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. യാതൊരു കറപ്ഷൻ, യാതൊരു പ്രശ്നങ്ങളില്ലാതെ വിശ്വസ്തയോടെ വിശ്വസ്തനായ ദാസ എന്ന് ദൈവം വിളിക്കണം ഓരോരുത്തരെയും. വിശ്വസ്തനായ ദാസ എന്ന് വിളിക്കുന്ന അവസ്ഥയിൽ. അത് കഴിഞ്ഞാൽ അതാണ് ഈ ഫെലോഷിപ്പ് ആയിട്ട് മാറുന്നത്. ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി ഫോർഗീവ്നെസ്സിൽ വളർന്ന് ഫെയ്ത്ത്ഫുൾനെസ്സിൽ നിലനിൽക്കുമ്പോൾ നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഫെലോഷിപ്പായിട്ട് ഇതിനെ
അതാണ് സഭ എന്ന്. സഭ ലോകത്തിൽ നിന്ന് വേർപിരിക്കപ്പെട്ടത്, നമ്മളെയൊക്കെ വിളിച്ചിങ്ങനെ ചേർത്തിരിക്കുന്നു. സെപ്പറേറ്റഡ്, പാസ്റ്റർ പറഞ്ഞല്ലോ, സെപ്പറേറ്റഡ്, വേർതിരിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പ്രിയപുത്രൻ്റെ ശരീരമായിട്ട് മാറും. ഒരു ശരീരത്തിന് പല അവയവങ്ങളുള്ളതുപോലെ നമ്മളെല്ലാവരും ക്രിസ്തു എന്ന സഭയുടെ ശരീരങ്ങളാണ്. ഈ അനുഗ്രഹ കെട്ടിടം വിചാരിച്ചാൽ നല്ലൊരു ചർച്ച ഉണ്ടാകാൻ പറ്റുമോ? നല്ല സഭ ഉണ്ടാകാൻ പറ്റുമോ? AG ചാലക്കുടി AG വിചാരിച്ചാൽ പറ്റുമോ? ഏതെങ്കിലും ഫെയ്ത്ത് സിറ്റിയോ? പക്ഷേ ഒരു പാസ്റ്റർ വിചാരിച്ചാൽ നല്ലൊരു സഭ, നല്ലൊരു ചർച്ച ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ പാസ്റ്റർ മാത്രമാണോ ചർച്ച എന്ന് പറഞ്ഞല്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ പണിതുയർത്തേണ്ടത്. ക്രിസ്തു ഇതിൻ്റെ നായകനായിട്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. ആ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് നമ്മൾ പോകും. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമുക്ക് വേണം. ഡെഡ് ബോഡി ആയിപ്പോയി നമ്മൾ, ലോകത്തിൽ നിന്ന് മാത്രമല്ലോ, ലോകത്തിൻ്റെ ഭാഗത്തിൽ നിന്നും മറ്റുള്ള ഭരണത്തിൽ നിന്നും മറ്റുള്ള ആഡംബരങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ മരിച്ചുപോയി എന്നുള്ളൊരു ബോധ്യം വേണം. ശരീരത്തിൻ്റെ ഭരണമല്ല, നമ്മളതിനെ മരിച്ചുപോയി. ഡെഡ് ബോഡി ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ എത്ര വീരനായാലും ശൂരനായാലും പരാക്രമിയായാലും എത്ര പ്രൊഫസറായാലും എത്ര ഡോക്ടറായാലും എന്ത് പറ്റും? ഏറ്റവും വില കൂടിയ സ്വർണങ്ങൾ ഡെഡ് ബോഡിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു, കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും നല്ല സുന്ദരിയായ പുരുഷനെയോ സുന്ദരിയായ സ്ത്രീയെയോ കൊണ്ടുവന്ന് നിർത്തി എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതേപോലെ നാം അതേപോലെ തന്നെ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് പൗലോസ് കണ്ടതുപോലെ യേശുവിനെ മാത്രം ലക്ഷ്യമാക്കി ഓടുന്നവർ. യേശുവാണ് ഈ സഭ നയിക്കാൻ പറ്റുന്നത്. യേശുവിനെ നോക്കി ഞാൻ ഓടുമ്പോൾ ഞാൻ തട്ടി വീഴുക. അപ്പം അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയുടെ ഓരോ അവയവങ്ങളായിട്ട് മാറുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനും നമ്മുടെ വേലയിൽ കൂടുതൽ ശുഷ്കാന്തിയുള്ളവരായി തീരാനും നമുക്ക് സാധിക്കും. യോഹന്നാൻ 3:16 വായിച്ച്. തൻ്റെ പ്രിയപുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ പ്രിയപുത്രനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളൊന്നും തരാനില്ല. ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് അവൻ്റെ പ്രിയപുത്രൻ, അല്ലേ? നമ്മൾ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ വെക്കേഷന് മറ്റുള്ള ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞു വിടും. പക്ഷെ ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴേക്കും നമുക്കൊരു വേദന വരും, ഒരു ബുദ്ധിമുട്ട് വരും, നമ്മളവരെ തിരിച്ചു കൊണ്ടുവരും, ഇല്ലേ? അവർക്ക് നമ്മിൽ കൂടുതൽ അവരൊരിക്കലും പോരില്ല. കാരണം അവിടെ പ്രത്യേക ഭക്ഷണങ്ങളുണ്ട്, കളിക്കാനായിട്ട് കൂട്ടുകാരുണ്ട്, ഒരാഴ്ച കൂടി മമ്മി എന്ന് പറയും. പക്ഷെ നമുക്ക് മാതാപിതാക്കൾക്കൊരു വേദനയാണ്. കാരണം വീഴുവോ, പനി വരുമോ, ശരിയാവോ, എങ്ങനെയായാലും നമ്മൾ തിരിച്ചു വിടാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്നായ പിതാവ് പ്രിയപുത്രനെ എങ്ങോട്ടാണ് അയച്ചത്? ഊട്ടിയിലേക്കാണോ? കാശ്മീരിലേക്കാണോ? ഒരു കംഫർട്ട് സോണിലേക്കല്ല അയച്ചത്. പാപികളും കൊള്ളക്കാരും വേശ്യകളും ചതിയന്മാരും ദുഷ്ടന്മാരും അഗ്ലികളുമായ കുറേ മനുഷ്യരുടെ അടുത്തേക്ക് പ്രിയപുത്രനെ, കാലോലിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയപുത്രനെ അയക്കാം. ഒരു അൺകണ്ടീഷണലായിട്ട് ഞാൻ അയക്കാം, എല്ലാ നല്ല റൂം കൊടുത്തോളണം, AC കൊടുക്കണം, ഇത് രാജകുമാരനാണ്. അല്ല, കണ്ണടച്ചിട്ട്
വിട്ടുകൊടുക്കുകയാണ്. പിതാവേ ഞാൻ പോണു. ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചപ്പോൾ അവർക്ക് വേദനയുണ്ടായി. പക്ഷേ ഇത് യാതൊരു വേദനയില്ലാതെ അങ്ങനെ ഒരു സ്നേഹമുണ്ട്. അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. ആ പ്രിയപുത്രന് വേണ്ടി നമുക്ക് നിലകൊള്ളാൻ പറ്റും. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12 തുടങ്ങിയുള്ള വചനങ്ങൾ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. മതി. ഇനിയുള്ളത് വീട്ടിൽ ചെന്ന് 27 വരെയും അതിൻ്റെ അതിൻ്റെ കണ്ടന്റ് ഇതാണ്. നമ്മൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരം ഒരേ ആത്മാവിനെ സ്വീകരിച്ചവരും ഒരേ സ്നാനമേറ്റവരും ഒരേ വിശ്വാസത്തിലായവർ ഒരുമിച്ച് പണിയേണ്ട ഒരു സഭയാണ് ഈ ക്രിസ്തു സഭ എന്ന് പറയുന്നത്. അത് പാസ്റ്ററുടെ അല്ല, അത് മൂപ്പൻ്റെ അല്ല, എൽഡറുടെ അല്ല, അല്ലെങ്കിൽ സെക്രട്ടറി സഭാ സെക്രട്ടറിയുടെ അല്ല. എല്ലാവർക്കും ഇതിൻ്റെതായ ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് പണി. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനം മാത്രമാണ്. നമ്മളെല്ലാവരും പാസ്റ്റർമാരാകേണ്ടവരാണ്, അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ടവരാണ്. പാസ്റ്ററായിട്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നില്ലെങ്കിലും പാസ്റ്ററുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടായേ പറ്റൂ. അതാണ് ശരീരം ഒന്ന്. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. കണ്ണ് പറയാണ് ഞാൻ കാണുന്നില്ല, ഞാനിന്ന് തിങ്കളാഴ്ച ഞായറാഴ്ച ഞാൻ കണ്ണുറക്കൂല എന്ന് പറഞ്ഞാൽ കാല് പറയാണ് ഞാനിന്ന് നടക്കില്ല. അപ്പം എല്ലാം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ ഇത് വരുന്നത്. ആ സഭ ക്രിസ്തു സഭ ഉയരണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പാടുന്നവരും ഓർഗൻ വായിക്കുന്നവരും ഭക്ഷണം ശരിയാക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് ഉള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കി എടുക്കണം. യോഹന്നാൻ 15:19. സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പഠിക്കുന്നു. നിങ്ങൾ ലോകക്കാരല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ലോകക്കാർ നിങ്ങളെ വായിക്കും. നമുക്ക് എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചോദിക്കും. അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ അവസ്ഥയിലും നമ്മൾ ലക്ഷ്യം മറന്നു പോകാതെ ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഞാൻ ക്രിസ്തു സഭയിലെ അംഗമാണ്. ഞാൻ ഇതൊരു കല്ലാണ്. ഈ കല്ല് ചിലപ്പോൾ വലിയ ഒരു സ്ഥാനത്ത് വരേണ്ടതാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. എഫേസ്യർ 4:15-16. എഫേസ്യർ 4:15-16. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരുവാനിടയാണ്. ശരീരം മുഴുവനും വ്യക്തമായി ചേർന്നു ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപനത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സംഖ്യാനും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിച്ചത് വളർച്ച പ്രാപിക്കും. ഒരു തലയോളം വളരാൻ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സഭയിൽ വരുന്നു, പാസ്റ്റർ നടത്തിക്കോളും, അല്ലെങ്കിൽ എൽഡർ ഉണ്ടാവും, അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ടാവും. പോരാ, തലയോളം വളരാൻ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞിന്, ഇവിടെ ഏത് കുഞ്ഞാണോ ഏറ്റവും ചെറുത്, അതിനൊരാഗ്രഹം വേണം. തലയോളം വളരണം, ഞാൻ വളരണം, ഞാൻ ഒരു എൽഡർ ആകണം, ഞാൻ പാസ്റ്റർ ആവണം. ഈ സഭയെ എങ്ങനെയൊക്കെ നന്നാക്കി വളർത്താവോ, ഇതിനെങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ കൊണ്ടുവരാവോ, ആ ഒരു ഉത്തരവാദിത്തം നമുക്കൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ നമുക്കുണ്ടാവണം. തലയോളം വളരാൻ ഇതിങ്ങനെ സാധാരണ വളർന്നാൽ പോരാ,
അതിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേരാനുള്ള പ്രത്യേകമായ ഒരു ഇതുണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്? അവൻ്റെ ശക്തി, അവൻ്റെ ധർമ്മബോധം, അവന് കുറേ കാര്യങ്ങളുണ്ട്. ആ രീതി ആത്മീയതയിലേക്ക് കൊടുക്കണം. സാധാരണ മനുഷ്യന് ഒരു അംബീഷൻ ഉണ്ടാവും, എനിക്ക് IAS എടുക്കണം, IPS എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഏറ്റവും നല്ല ഉന്നതിയിലാക്കണം. ദൈവത്തിൻ്റെ സഭയിലെ അല്ലെങ്കിൽ ക്രിസ്തു സഭയിലെ അംഗം ആഗ്രഹിക്കേണ്ടത് എൻ്റെ മക്കളെ ഏറ്റവും നല്ല സുവിശേഷകരാക്കി മാറ്റണം. എനിക്ക് ഏറ്റവും നല്ല സുവിശേഷകനായിട്ട് മാറണം. എൻ്റെ സഭയെ ഏറ്റവും നല്ല സഭയായിട്ട് മാറ്റണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വേർതിരിക്കപ്പെട്ടവരുടെ, ക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെട്ടവരുടെ ലക്ഷ്യം അതായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലോകത്തിന്റെ ഭാഗത്തിൽ തന്നെ പോയാൽ മതി. നമ്മളെ വേർതിരിച്ചത് അല്ലെങ്കിൽ നാം സ്വയം വേർതിരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്ന് ലക്ഷ്യം മറന്നു പോകരുത്. അതാണ് അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ പറഞ്ഞത്. ഇടയ്ക്ക് ഈ ശക്തി ക്ഷയിക്കുമ്പോഴാണ് നാം ടെംപ്റ്റേഷന് വിധേയരാകുന്നത്. ടെംപ്റ്റേഷൻ ഉണ്ടാകും, അതിന് വീണ് പോകുന്നപ്പോഴാണ് നമ്മുടെ ലക്ഷ്യം മറന്നു. ആ പയ്യൻ പറഞ്ഞില്ലേ, ഞാൻ അവസാനത്തോളം ഓടി, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു കാര്യം ഇവിടെ വന്നു. ഒരുപക്ഷെ എങ്ങോട്ട്, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കി കാണാം. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാലും ആ ശ്രദ്ധ പോകും. അവസാനത്തോളം തലയോളം വളരാനുള്ള ഒരു പ്രത്യേക വൈഭവം നാം ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, മത്തായി 28:19-20 അത് നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലും പോലുള്ള സകല അധികാരം എനിക്ക് തന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകലരെയും പഠിപ്പിച്ചും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി കൊള്ളുവിൻ. ആ ഉത്തരവാദിത്വം മറന്നു പോകരുത്. ഓരോ കുഞ്ഞും അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സഭയുടെ ഉത്തരവാദിത്തമാണ്. അത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കൽപ്പന പോലെയാണത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അല്ലേ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയുണ്ട്. ഞാൻ തന്നെയല്ല വിടുന്നത്. നിങ്ങൾ മേനോൻപാറയിൽ പോയാലും നിങ്ങൾ എവിടെ പോയാലും നിങ്ങളോട് കൂടെ ഞാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്യണം. നമ്മളോട് ആജ്ഞാപിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും, ചില മനുഷ്യരെ മാത്രമല്ല, നിങ്ങൾക്ക് ആരോടെങ്കിലും സുവിശേഷം പ്രസംഗിക്കാവോ? പൗലോസ് ചന്തയിൽ പ്രസംഗിക്കുന്നു, 2 പേര് കൂടുന്നിടത്ത് പ്രസംഗിക്കുന്നു. എവിടെ കണ്ടാലും പൗലോസ് പ്രസംഗിക്കുന്നത് പോലെ സുവിശേഷം പ്രസംഗിച്ച് നാം ദൈവത്തിന്റെ സഭയെ വളർത്തണം. ഒരു കെട്ടിടമല്ല സഭ. ഞായറാഴ്ച മാത്രം കൂടി വരുന്നതോ ഇടയ്ക്ക് കൺവെൻഷൻ നടത്തുന്നതോ മാത്രമല്ല സഭ. അങ്ങനെ കോടാനുകോടി സഭകളുണ്ടല്ലോ. അത് ക്രിസ്തുവിന്റെ സഭയായിട്ട് മാറണം. എല്ലാവരും കൂടി ഒരുമിച്ച് മണവാട്ടി ആയിട്ട് മാറുമ്പോഴാണ് ക്രിസ്തു സന്തോഷിച്ച് മണവാളൻ വരുന്നത്. മണവാളൻ എവിടെ നോക്കാണ്? ആർ യു റെഡി എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വരണം, നിങ്ങൾ റെഡിയാണോ? ഞാൻ വരട്ടെ. എന്തിനാണ്? നിങ്ങളെ കല്യാണം കഴിക്കാൻ, സഭയെ മണവാട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോകാൻ ഞാൻ വരട്ടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ ഒരുങ്ങിയിട്ടില്ല. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ലോകാവസാനം വരുന്നത്? ആ വചനത്തിന്റെ അവസാനം എന്താണ് സഹോദരി? ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഉണ്ടാകും. ഏതോ ഒരു വെർഷനില് അപ്പോൾ അവസാനം വരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ അപ്പോൾ അവസാനം. അപ്പൊ അവസാനം വരണമെങ്കില നമ്മൾ അവസാനത്തിന് കാത്തിരിക്കുന്നു. യേശു വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ എന്റെ വചനം ലോകം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ തികഞ്ഞു കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. പ്രസംഗിക്കണി എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങണം.
നിങ്ങൾ പുറപ്പെട്ട്, അതിന്റെ തുടർച്ചയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഓക്കെ, ഇനി സഭ വളരണമെങ്കിൽ സഹിഷ്ണുതയും സ്ഥിരോത്സാഹവും ഉണ്ടാകണം. എന്തുണ്ടാവണം? സഹിഷ്ണുത ഉണ്ടാകണം. ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് എന്താണ്? സഹിഷ്ണുത എന്താണ്? ഈ സഹിഷ്ണുത ക്ഷമയല്ല. സഹിഷ്ണുത എന്ന് പറയുന്നത് ഏത് ഇറിറ്റേഷൻ ഉണ്ടാവുമ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുഷ്ഠരോഗി 3 പേരിരിക്കുന്ന സീറ്റാണ്. നമുക്ക് ട്രെയിനൊന്നും കിട്ടിയില്ല, കാറുമില്ല, നമ്മൾ ലൈൻ ബസ്സിൽ പോകുന്നു, KSRTC പോകുന്നു, 3 പേരുടെ സീറ്റ്, ഒരാൾക്ക് ഒഴിവുണ്ട്. ഒരു കുഷ്ഠരോഗി കുടിക്കാതെ ഡയർത്തിയായിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം 10 രൂപ ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ദൈവമേ 5 മിനിറ്റ് പോയി ഇറങ്ങി പോകോളൂ. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും അവസാനത്തെ ടിക്കറ്റ് 110 രൂപയുടെ ടിക്കറ്റിന് എടുത്തതാണ്. കോയമ്പത്തൂർ വരെയുണ്ട്. അവിടെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾ എവിടെ പോകണേ? ഞാൻ പാലക്കാട് ഇറങ്ങി, അദ്ദേഹം കോയമ്പത്തൂർ. അവിടെ ക്ഷമയാണോ? അല്ല, അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. സഹിഷ്ണുത. എന്തും വരട്ടെ, കുഷ്ഠരോഗം വരട്ടെ, കുഷ്ഠരോഗികളെ സുഖമാക്കിയവനാണല്ലോ എൻ്റെ യേശു, അത് പറയാനാണല്ലോ ഞാൻ പാലക്കാട് പോകുന്നത്. അപ്പൊ സഹിഷ്ണുത വേണം എല്ലാ കാര്യത്തിലും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ. പലതരത്തിലും സഹിഷ്ണുത. നമ്മൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ ചെന്നു, പച്ചായൻ വരും, ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നമ്മൾ, അദ്ദേഹം ബാത്റൂമിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഒക്കെ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണോ? ഇങ്ങനെയുള്ള പല അവസരങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകരുത്. പിന്നെ എന്ത് വേണം? സഹിഷ്ണുത. അപ്പോൾ ഡൈവേർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. അതിന് സൈക്കോളജിക്കലായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിളുണ്ടെങ്കിൽ തുറന്ന് വായിക്കുക, അല്ലെങ്കിൽ സഹോദരന്റെ വേറെ വിശേഷങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കുക. അപ്പോഴേക്കും ചായം ബാത്റൂമിൽ നിന്ന് വന്നോളൂ. ഡൈവേർഷൻ, മനസ്സിനെ ശ്രദ്ധ വേറെ പാതയിലേക്ക് തിരിച്ചു. അപ്പൊ സഹിഷ്ണുത എല്ലാ രംഗങ്ങളിലും ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളായ നമ്മൾ സഹിഷ്ണുതയുള്ളവരാകണം. സഹിഷ്ണുത അത് കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, സഭാ ജീവിതത്തിലെല്ലാം സഹിഷ്ണുതയുള്ളവരാണ്. എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥരായിട്ട്, ട്രെയിൻ വന്നില്ല, അത് വന്നില്ല, ഇത് വന്നില്ല, റേഷൻ വന്നില്ല, ഗ്യാസ് വന്നില്ല, എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാവാതെ സഹിഷ്ണുതയുള്ളവരായിട്ട് മാറുക. അതോടൊപ്പം സ്ഥിരോത്സാഹമുള്ളവരായിട്ട് മാറണം. റെഫറൻസ് യാക്കോബ് 1:2, 3, 4. യാക്കോബ് 1 സ്ഥിരോത്സാഹമുള്ളവരും സഹിഷ്ണുള്ളവരായിട്ട് മാറുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ, അതൊന്നും പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ പോട്ടെ. നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണം കൊണ്ട് വൈബ്രേറ്റ് ചെയ്യാതെ, വിശ്വാസം നഷ്ടപ്പെടാതെ, ദേഷ്യം വന്ന് അതടക്കി ഉള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വരാത്ത രീതിയിൽ നിങ്ങൾ ഒരു പ്രത്യേക ഭാവമുള്ളവരായിട്ട്, യേശുക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിട്ട് മാറണം. അങ്ങനെ സ്ഥിരോത്സാഹമുള്ളവരായിട്ട് മാറുമ്പോൾ അവസാനം ഒരു ഗോൾ തോന്നുന്നുണ്ട്. എന്താണ്? ഒന്നിനും കുറവില്ലാത്തവരായിട്ട്. ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? ഭാര്യയുടെ പ്രശ്നമില്ല, മക്കളുടെ പ്രശ്നമില്ല, ദാരിദ്ര്യമില്ല, ഒരു പ്രശ്നമില്ല, ഒന്നിനും കുറവില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗത്തിന്റെ അനുഭൂതി കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. തീത്തോസ് 1:1-2. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച സമയത്ത് തന്നെ വചനം വെളിപ്പെടുത്തിയ മോഷ്ടില്ലാത്ത ദൈവം സകലകാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനെ എഴുതുന്നത്.
ഒന്നിൻ്റെ 1-2 അല്ലേ വായിച്ചേ? 1 തീത്തോസ് 1-2 മാത്രം വായിച്ചാൽ മതി. സകല കാലത്തും വാഗ്ദത്തം ചെയ്ത് നിത്യയുടെ പ്രത്യാശ ഹേതുവായി. സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത് നിത്യയുടെ പ്രത്യാശ ഹേതുവായി. പൂർത്തിയായി 1-2 1-2 വിശ്വാസത്തിനും ഭക്തിക്കനുസരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായ ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പൊതുവിശ്വാസത്താൽ നിത്യപുത്രനായ തീത്തോസ് എഴുതുന്നു. അടുത്തതിനെന്താ? രക്ഷിതാവായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. മതി. ഇപ്പൊ രക്ഷിതാവായ യേശുക്രിസ്തുവിൽ നമുക്ക് കൃപയും സമാധാനം ഉണ്ടാവണമെങ്കിൽ നാം ഇന്ന് സ്ഥിരോത്സാഹമുള്ളവരും സഹിഷ്ണുതയുള്ളവരായിട്ട് മാറണം. ഓക്കെ, ഇനി മൂപ്പന്മാരുടെ ദൗത്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് മൂപ്പന്മാരുടെ ദൗത്യം? പാസ്റ്റർ എന്ന് പറയുമ്പോൾ പാസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നവരും പാസ്റ്ററിനെ സഹായിക്കുന്നവരുമായ എൽഡേഴ്സ്. 1 തിമോത്തിയോസ് 1:18. മകനേ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നീ നല്ല വിശ്വാസിയായി നല്ല മനസാക്ഷിയോടുകൂടി നല്ല യുദ്ധസേവ ചെയ്യുക. ഓക്കെ, 1 തിമോത്തി 2-ാം അധ്യായം 5, 6, 7. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഓക്കെ, 1 തിമോത്തിയോസ് 3-ാം അധ്യായം. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുമെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. ഒരു ഹോംവർക്കാണ് ഇത്. വീട്ടിൽ ചെന്ന് ഇന്ന് വായിക്കണം, എല്ലാ ദിവസവും വായിക്കണം. കുടുംബജീവിതം നയിക്കുന്നവര്, പാസ്റ്റർ മൂപ്പന്മാരാകാൻ ആഗ്രഹിക്കുന്നവര്, ഇനി മൂപ്പന്മാരാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ളതാണത്. നിർമ്മതൻ, ചിലത് മാത്രം പറയാം. നിർമ്മതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മതൻ എന്ന് പറഞ്ഞാൽ മതം പൊട്ടാത്തവൻ. മതം പൊട്ടാത്തവൻ. ആനയ്ക്ക് മതം പൊട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. വയനാട് 2 ചേച്ചിമാര് വന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഉരുള് പൊട്ടി സകലതും നഷ്ടപ്പെട്ടാണ് വന്നേക്കണേ. നിന്റെ കൈ കൊണ്ട് ഭരിക്കാൻ പറ്റൂല കേട്ടോ. ആനയുടെ എല്ലാം കഷ്ടപ്പെട്ട് കണ്ണീരോട് രക്ഷപ്പെടാൻ വന്നപ്പോ ആന ഫ്രണ്ടിൽ നിൽക്കുന്നു. കാട്ടാന, വളർത്താനല്ല കൊഴിയാനല്ല. ഇപ്പൊ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു വന്നേക്കാണ്, നിന്റെ കൈ കൊണ്ട് മരിക്കാനിട വരുന്നു പറഞ്ഞു. ആന കരഞ്ഞു. ഇല്ലേ, കണ്ടില്ലേ? ആന കരഞ്ഞിട്ട് ആന അകത്ത് കൂട്ടിയിരുന്നു. ഇപ്പൊ ആ ആന മതം പൊട്ടിയതായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ഇതൊന്നും കേൾക്കും. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ചേച്ചി, അതൊക്കെ അങ്ങനെ നടക്കും. പിടിച്ചടിച്ച് കൊന്നു. ഇപ്പൊ നിർമ്മതൻ എന്ന് പറഞ്ഞാൽ മതം പൊട്ടാത്തവൻ, മതമിളകാത്തവൻ. നമുക്ക് മതമിളകുന്നുണ്ടോ? മതമിളകുന്നത് ആനയ്ക്ക് മതമിളകുന്നത് വൈകാരിക സംഘടനകൾ ആന സഹിക്കുമ്പോഴാണ് ആനയ്ക്ക് മതമിളകുന്നത്. അത് വൈകാരിക സംഘടനകൾ ആന സഹിക്കും, അപ്പൊ മതം പൊട്ടും. ആനേനെ സ്വതന്ത്രമായിട്ട് നടന്ന ആനേനെ തന്ത്രത്തിൽ പിടിച്ച് കുഴി ചാടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നത്. അതിന് ഫ്രീഡം ഇല്ല. അപ്പൊ മതം പൊട്ടും. നമ്മുടെ മതം പൊട്ടരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആവും. അപ്പൊ ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ മതം പൊട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നിർമ്മതനായിരിക്കണം. ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം. നമ്മളൊക്കെ ഏകഭാര്യയുടെ ഭർത്താവല്ലേ, സംശയമൊന്നുമില്ല. പക്ഷേ അത്
കുറച്ചുകൂടി നല്ലതല്ലേ, കമ്പാരിറ്റീവ്ലി ബെറ്റർ. എന്തൊരു സ്നേഹമാണ് ആ പെണ്ണ്. ആ കറി വയ്ക്കുന്നത് കണ്ടാണ്. നീ കറി വെക്കൂല എന്നല്ല പറയണേ, ആ കറി ഒന്ന് കൂട്ടേണ്ടതായിരുന്നു. വിദ്യാഭ്യാസം PG ഉണ്ട്. അപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു കരട് കിടപ്പുണ്ട്, എവിടെയോ ഒരു കരട്. അല്ല, ഞാൻ പല ഭാര്യമാരെ കണ്ട്, നിന്നെപ്പോലൊരു ഭാര്യ, ഏക ഭാര്യയുടെ ഭർത്താവ്. നമ്മൾ ആരും 2-3 വിവാഹമൊന്നും കഴിക്കുന്നില്ല. പക്ഷെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭാര്യ ഏക ഭാര്യയായിരിക്കണം. അവൾ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് നിന്നോട് ചൂടിച്ചേരുന്നു. നിങ്ങൾ ഒരു ശരീരമായി തീരുന്നു, ഒരു മനസ്സായി തീരുന്നു. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ദുഃഖത്തിലും. അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ മാഷേ എന്ന് ചോദിച്ചാൽ പറ്റണമല്ലോ. വചനം, നീ ഏക ഭാര്യയുടെ അത് ഉത്തരവുള്ളൂ. അങ്ങനെ പറ്റുമോ മാഷേ എന്ന് ചോദിച്ചാൽ പറ്റണം. ഇതുവരെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ ഉപേക്ഷിക്കണം കേട്ടോ. ഏക ഭാര്യയുടെ ഭർത്താവ് നിർമ്മതനായിരിക്കണം. മദ്യപാനി ആകരുത്. മദ്യപാനി മദ്യമൊന്നും കഴിക്കണില്ല അല്ലേ, ഉപേക്ഷിച്ചില്ലേ? എന്നാലും കാണുമ്പോൾ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടോ? ഇങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ടോ? കത്തോലിക്കത്തെ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും, എന്ത് പറ്റി? ആ മുറി സ്വകാര്യ മുറി ഉണ്ടെന്ന്. സ്വകാര്യ മുറി എന്താ പറയാ? സ്വകാര്യ മുറി മതത്തിന് പെണ്ണിനും ആണിനും കൊടുക്കാനുള്ളതല്ലേ? അല്ല, ബീഫ് കോഴിയൊക്കെ ഉണ്ട്, ഒരെണ്ണം. അതിനെന്താ? ഞാൻ മദ്യമൊന്നും കഴിക്കില്ല, ഞാൻ കർത്താവിന്റെ വേഷം, ഒരെണ്ണം. അപ്പൊക്കെ ഒരു ടെൻഷൻ. മദ്യപാനിയാകരുത്, തല്ലുകാരനാകരുത്. തല്ലുകാരാണ് നമ്മള്, അല്ല. സഹോദരന്റെ നേരെ കയ്യോങ്ങുന്നവൻ കൊലപാതകി. ഞാൻ തല്ലല്ല, പക്ഷെ എൻ്റെ അനിയനത് ആ വർദ്ധനകടപ്പ് ഒന്ന് പൊട്ടിക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. തോട്ട്, ആക്ഷൻ, കോണ്ടാക്ട്, കോൺവെർസേഷൻ ആൻഡ് ക്യാരക്ടർ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കുന്ന ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. അങ്ങനെ നല്ലൊരു മൂപ്പനായിട്ട് മാർഗസമയം തീർന്നുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ചർച്ച് രൂപപ്പെടുന്നു. ദൈവം ഇഷ്ടപ്പെടുന്ന, നമ്മൾ പറഞ്ഞ പോലെ ദൈവം ഇഷ്ടപ്പെടുന്ന, ഇത് അനുഗ്രഹ ചർച്ച എന്ന് എഴുതിയതുകൊണ്ടല്ല, ഇവിടെ വിശേഷങ്ങൾ നടക്കുന്നതുകൊണ്ടല്ല, ദൈവം ഇഷ്ടപ്പെടുന്നു എന്നാണ് നോക്കേണ്ട എല്ലാ കാര്യവും. അങ്ങനെ ഒരു ചർച്ചയായിട്ട് മാറും. അപ്പോൾ അവിടെ നല്ലൊരു പാസ്റ്റർ, ആ പാസ്റ്ററിൻ്റെ ഡെഫിനിഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. പാസ്റ്റർ, A pastor should be patient. A pastor should be approachable, available, accountable. Yes, a pastor should be submissive. Yes, അടുത്തെന്താണ്? T, truthful and trustworthy. അടുത്തത് obedience. റെസ്പോൺസീവ്. അങ്ങനെ ഒരു പാസ്റ്റർ ആകണം. പാസ്റ്റർ മാത്രമല്ല, എൽഡേഴ്സും ആവണം. നമ്മളും അങ്ങനെ ആയിത്തീരണം. ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും വിശുദ്ധീകരിക്കപ്പെടാനും അനുദിനം വിശുദ്ധീകരിക്കപ്പെടുക. ഇപ്പോൾ ഒരു ഹോംവർക്കായിട്ട് നിർമ്മതൻ, അതേപോലെ തല്ലുകാരൻ, ഇതിൻ്റെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം. അത് നമുക്ക് അനുദിന ജീവിതത്തിൽ എങ്ങനെ അതിനെയൊക്കെ ഒന്ന് PhD എഴുതുന്നവരുണ്ട്, ഒത്തിരി PG എടുക്കുന്നവരുണ്ട് പ്രൈവറ്റായിട്ട് ഇഗ്നോയിന്നൊക്കെ. നമ്മുടെ PG ഇതായിരിക്കണം. ഈ 1 തിമോഥെയോസ് 3 വായിച്ചിട്ട് എങ്ങനെ എനിക്ക് തല്ലുകാരനാകാതിരിക്കാൻ പറ്റും, എങ്ങനെ ഒറ്റ ഭാര്യയുടെ ഭർത്താവായിട്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ പറ്റും, എങ്ങനെ നിർബന്ധനായിരിക്കാൻ പറ്റും, എങ്ങനെ വിശുദ്ധനായിരിക്കാൻ പറ്റും. അതിനകത്ത് PhD എടുക്കുക, വിശുദ്ധിയിൽ PhD എടുക്കുക. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ കൂട്ടായ്മ, ഫെലോഷിപ്പ്,
ആയിട്ട് നമുക്ക് മാറാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കനിയനും